സത്യമായി സുധീനെ ഇവള് കൊന്നതാണോ എന്ന് സംശയം അരിമാരി പിന്നു ആയിട്ട് പോയിട്ട് ഇവള് ഇപ്പൊ എല്ലാവർക്കും ഗുണ്ടകളെ വെക്കുന്നവള് ഈ ആ ബിഷപ്പിനെ പോലും അവിടെ കിടത്തി ഓർക്കില്ലാത്തവള് ഇവനെ പോലും കൊന്നിട്ട് ഇവള് ഈ രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ചെയ്താണോ എന്ന് ഞാനൊക്കെ ഏത് കാര്യം ഓർക്കുക. ഇത് ഈ കേരളത്തിലായിട്ട് നടക്കുള്ളൂ. വല്ല തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇവിടെ പെണ്ണുങ്ങൾ കൂടി ചൂലിൽ മുള്ളിയിട്ട് അടിച്ചനെ. ഒരു മുത്തം കൊടുത്ത് നിർത്തിക്കോ കേട്ടോ. ഒത്തിരി ഒരു നോട്ടം കൂടെ കൊടുത്തരും നല്ല രീതിയില്. വർത്താനം പറയല്ലേ പറയുമ്പോ സിനിമയിലാണെങ്കിൽ ഒരു ചീത്ത ഓടിക്കില്ല. ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം രണാസുനയുടെ ഒരു കണ്ടന്റുമായിട്ടാണ് എത്തിയിരിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് കാണാം, ഇല്ലാത്തവർക്ക് തുടക്കം തന്നെ പറയാം, വീഡിയോ സ്കിപ്പ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ രേണുസുതിയെ കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരുപാട് അമ്മമാരാണ് രേണുസുതിക്കെതിരായിട്ട് ഇപ്പോൾ രംഗത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഷെഫീനയുടെ ചാനലിൽ വന്ന ഒരു വോയിസ് ആണ്. ഒരു അമ്മ വിളിച്ചിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതായത് മൊബൈൽ തുറക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഈ രേണുസുതിയുടെ അപരാധം കണ്ട് മടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരമ്മയുടെ ഒരു പ്രതികരണമാണ്. എന്തായാലും ആ അമ്മയുടെ ആ ഒരു ഫോൺ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. രേണുസുതിനെ നേരിട്ട് കാണുവാണെന്നുണ്ടെങ്കിൽ അവർ ആസിഡ് മുഖത്ത് ഒഴിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അത്രത്തോളം അവള് വെറുപ്പീരാണെന്നാണ് പറയുന്നത്. ഈ മൊബൈല് തുറന്ന എന്റെ പൊന്നു മേഡം ഒരു ഇത് കാണാനും പറ്റുന്നില്ല, ഒന്നുമില്ല. ഈ രേണുസുതി ഈ വൃത്തിയോട് മാത്രം അതിനകത്ത് കൊച്ചിന് ഒരു മൊബൈലുണ്ട്, പഠിക്കാൻ വേണ്ടി വെച്ചു കൊടുത്ത. ഈ വൃത്തികേടല്ലാതെ കാണാൻ പറ്റുന്നില്ല. ഞാനും എന്റെ കൊച്ചിന് 4.5 വയസ്സായിരുന്നു. എന്റെ കൊച്ചിന് അപ്പനെത്തിട്ട് പോയത് 21 ലക്ഷം രൂപ കടമുണ്ട്. ഞാൻ പെടാപ്പാട് കേട്ട് വാടക വീട്ടിൽ കൂടി നടന്ന് കഷ്ടപ്പെട്ട് ജീവിച്ചൊരു പെണ്ണുകൂടെ നിന്ന് 32 വയസ്സ് വരെ കല്യാണം കഴിക്കാൻ നിന്ന് എന്റെ കുടുംബം നോക്കിയിട്ട് ഞാൻ കല്യാണം കഴിച്ച് ഞാൻ ജീവിച്ചൊരു പെണ്ണുമ്പളെയാ. എന്റെ കൊച്ചിനെയും പഠിപ്പിച്ചു. എന്തോരം ചെയ്യാത്ത തൊഴിലില്ല. മണല് വരാൻ പോയി ചങ്കത്ത് വെച്ച് മുട്ടയെ കുത്തിയിട്ട് മറ്റേ മണലി ചങ്കത്ത് വെച്ച് വരി ഇടും. സ്കൂളിൽ വിട്ടിട്ട് വേണം തിരിച്ച് കൊച്ചു വരുന്നതിന് മുമ്പ് വീട്ടിൽ ചെല്ലും. അങ്ങനെ കഷ്ടപ്പെട്ട് ഞാൻ വളർത്തി. വാടക വീട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് വളർത്തിയതാ. ഈ പിള്ളേർക്ക് എന്റെ കൊച്ചിനെ പോലെ തന്നെ കൊച്ചുങ്ങൾ എന്തോരം മൊബൈല് കാണുന്നത്, എന്ത് വൃത്തികേടാ. ഇതിന് നിയമപരമായിട്ട് ഈ പിള്ളേരുകൾ ഒപ്പിട്ട് കേസ് കൊടുത്താൽ ഇത് കാണാൻ ഇവരെന്ത് വേണേലും ചെയ്യട്ടെ. അത് അവർക്ക് പ്രൈവറ്റ് ആയിട്ട് ചെയ്താൽ പോലെ. ഒരു കൊച്ചിനർക്കനൊക്കെ ഒരു 10ാം ക്ലാസ് പോലും ആയിട്ടില്ലായിരിക്കും. ഒരു കൊച്ചൊക്കെ ഒരു മൊബൈലിൽ ഇരുന്ന് പറയുമ്പോ അവനൊക്കെ ആ വീഡിയോ എടുത്ത് വെച്ചത് അവന്റെ ഒക്കെ ആ മുഖത്തെ ഇവരെ കളിയാക്കി പുച്ഛിച്ച് പറയുമ്പോ ഇവരൊരു തലയില് സത്യമായിട്ടും എന്റെ ഒക്കെ നാട്ടിൽ എനിക്കൊക്കെ ഒന്ന് കണ്ടു കയറി പോകാനായിട്ട് ഇടയുണ്ടായിരുന്നുണ്ടല്ലോ. ഇവളൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തേനെ. അത്രത്തോളം വെറുപ്പ് തോന്നുന്നുണ്ട്. ആ ബിഷപ്പിനെ പറഞ്ഞത് അതങ്ങനെ ഈ നാട്ടുകാരുടെ മുമ്പിൽ ഈ നുണ തള്ളാനായിട്ട് എന്നെ ഈ ലോകത്തില്ലേ. പണ്ടൊക്കെ 10 മക്കളെ ഇട്ടിട്ട് കെട്ടിയവന്മാര് ചത്തുപോകുകയോ ഇട്ടിട്ട് പോവുകയോ ചെയ്ത് വരുമ്പോ ആ കള്ളന്മാര് മൂത്തങ്ങളെ അറിവാക്കി പണിക്ക് വിളിച്ചോണ്ട് പോയിട്ട് ഇളയങ്ങളെ വളർത്തിയെടുത്ത് എന്തോ ആൾക്കാർ കണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? അതൊക്കെ ശരിയാണ്. ഞങ്ങൾ 5 എണ്ണത്തിൽ ഏറ്റവും ഇളയ എന്റെ അപ്പൻ 10-14 വയസ്സായപ്പോ ഞങ്ങൾ തമിഴ്ക്കാരാണ് ഇവിടെ വന്നിട്ട്. എന്റെ അമ്മ പാരമ്പര്യമായിട്ട് ഇവിടെ വന്ന് അമ്മയും അപ്പന്റെ അപ്പൂപ്പന്റെ കാലത്ത് വന്നവരാ. അമ്മയൊക്കെ ജനിച്ച എന്റെ അമ്മയ്ക്ക് 91 വയസ്സുണ്ട്. ഈ നാട്ടിൽ കേരളത്തിൽ തന്നെ. എന്താ ഈ കാണിക്കണേ? എന്റെയൊക്കെ നന്നായിട്ട് സത്യമായിട്ട് നമ്മൾ ഒരു ആസിഡ് വെച്ചാൽ നോക്കണം മോത്ത്. അമ്മയാണെന്ന് പറയാം ഞാൻ ചെയ്താനെ. സത്യമായി സുധീനെ ഇവള് കൊന്നതാണോ എന്ന് സംശയം അരിമാരി പിന്നു ആയിട്ട് പോയിട്ട് ഇവള് ഇപ്പൊ എല്ലാവർക്കും ഗുണ്ടകളെ വെക്കുന്നവള് ഈ ആ ബിഷപ്പിനെ പോലും അവിടെ കിടത്തി ഓർക്കില്ലാത്തവള് ഇവനെ പോലും കൊന്നിട്ട് ഇവള് ഈ രംഗത്തേക്ക് ഇറങ്ങാൻ വേണ്ടി ചെയ്താണോ എന്ന് ഞാനൊക്കെ ഏത് കാര്യം ഓർക്കുക. സാധ്യതയുണ്ട്. ആ സാധ്യത നമുക്ക് തള്ളിക്കളയാനാവത്തില്ല. എന്താണ് ഇത് ചെയ്യുന്നത്? ഞങ്ങൾ 5 മക്കൾ ഏറ്റവും ഇളയ മോളാണ് ഞാൻ. എന്റെ കുടുംബം നോക്കി 4 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് എന്റെ ചേച്ചിമാരെ കൂടെ മക്കളെ വരെ നിലനിർത്തിയതിനു ശേഷം ഞാൻ കല്യാണം കഴിച്ച. ഒരു റേഷനേജ് മേടിച്ച് നീക്കുക. എന്റെ ഒരു കൊച്ചിനെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണ് പഠിപ്പിച്ച. അവൾക്ക് 10ാം ക്ലാസ് ആയുള്ളൂ. അവൾക്ക് അത്യാവശ്യം തയ്യലും ഇഷ്ടമുള്ളൂ. ഞാൻ എന്റെ പ്രസവം ഓപ്പറേഷൻ ആയിരുന്നു. ഇതിപ്പോ ഞാൻ വേറെ ഒരു സ്ത്രീയോട് അത്രയുന്നല്ലേ. ഒരു വയറിനോ എന്റെ ശരീരത്തിനോ ഒരു കേടുമില്ല. അപ്പൊ ഞങ്ങളൊക്കെ ഇത് കാണിച്ചോണ്ട് കുറച്ചുകൂടെ നടന്ന് ഞങ്ങൾക്ക് കിട്ടുമോ? ഇത് ഈ കേരളത്തിലായിട്ട് നടക്കുള്ളൂ. വല്ല തമിഴ്നാട്ടിലൊക്കെ ആണെങ്കിലും ഉണ്ടല്ലോ ഇവിടെ പെണ്ണുങ്ങൾ കൂടി ചൂലിൽ മുള്ളിയിട്ട് അടിച്ചനെ. എന്ത് തെമ്മാടി തരാം. ആർക്കാ കെട്ടിയനില്ലെന്ന് പറഞ്ഞ് കെട്ടിയനെ പൊടിയെന്നും പറഞ്ഞ് ഇങ്ങനെയാണോ? ഒരാണും പെണ്ണും അല്ലാത്ത അവക്കടെ ഒരു ഫോട്ടോ ഇന്ന് വരെയും കണ്ടിട്ടുണ്ടോ? ഒരു പെണ്ണിന്റെ കൂടെ വേറൊരു പെണ്ണിന്റെ 1-2 പെണ്ണുങ്ങളുടെ കൂടെ അല്ലാതെ ഏത് നേരവും ഇത് ഈ കൊച്ചു പിള്ളേർ കാണുമല്ലേ, ഈ സമൂഹം കാണുമല്ലേ? വീഡിയോ ചെയ്യുന്നു എന്നിട്ട് അതിന് നടത്താൻ വയ്യാന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല. അവൾ ജീവിക്കുന്നതിന് ആർക്കും കുറ്റമൊന്നുമില്ല. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴാണ് ആളുകൾ വല്ലതൊക്കെ പറഞ്ഞു പോകുന്നത്.
ശരിയമ്മേ, അഭിപ്രായം പങ്കുവച്ചതിന് നന്ദി. ഞാൻ ഈ വോയിസ് എടുക്കുന്നുണ്ട്. ഒറ്റയ്ക്കൊരു കാര്യം മേഡത്തിനോട് പറയാം. എന്റെ മകളും 10ാം ക്ലാസ് കഴിച്ച LKG ഒരു കൊല്ലം ഞാൻ സ്വയം തോപ്പിച്ചാണ്. 16 വയസ്സുണ്ട്. അവള് നാടകം കളിക്കും, അഭിനയിക്കും, അവരുടെ സ്കൂളിലെ എല്ലാ ആവശ്യങ്ങൾക്കും, സ്കൂള് ഡാൻസ് സ്കൂളിലെ എല്ലാ ആവശ്യങ്ങൾക്കും. അവർക്ക് നാളെ വളർന്നു വരുമ്പോ പറയാതെ ഞങ്ങൾ ഒത്തിരി കഷ്ടപ്പെട്ടാ ജീവിക്കുന്നത്. ഞങ്ങളൊരു കുഞ്ഞു പറ്റില്ല, ഒത്തിരി കഷ്ടപ്പാടാ. ആ കഷ്ടപ്പാടിന്റെ ഇടയിൽ ആ കൊച്ചിന് തോന്നുക അവരൊക്കെ ചെയ്യുന്നല്ലോ, അതേമാതിരി നമുക്കൊന്നും പോയാൽ എന്ന് തോന്നിയാ ഇങ്ങനെയുള്ള സമൂഹത്തിനല്ലേ വാർത്ത കൊടുക്കണം. അത് തന്നെയാണ്. അത് നമ്മൾ നമ്മുടെ മക്കളെ കൺട്രോൾ ചെയ്യുക. നാട്ടുകാരെന്തോ ചെയ്യട്ടെ, അങ്ങനെയല്ലല്ലോ. നമ്മൾ വളർത്തുന്ന വേറെ അത് മനസ്സിലാക്കി കൊടുക്കുക. അത് ചെയ്യില്ല. ഇവിടെ കാണുന്നിടം വീഡിയോ ഞാൻ എടുത്തിട്ട് നിങ്ങളുടെയൊക്കെ കാണാന്ന് ഓർത്ത് ഞാൻ എടുക്കും. എനിക്ക് ഒരു കൊച്ചി ആക്കേണ്ട ഒരു ഇതുണ്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ കാണാനൊന്നും എടുക്കും. മേഡത്തിലും കാണുന്ന മേഡത്തിന്റെ എല്ലാ വീഡിയോകളും ഞാൻ കാണുന്ന എനിക്കെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഇന്ന് വൈകുന്നേരത്തെ ഒരു വീഡിയോ ഇട്ടത്, ഒരു 2 പെൺകുമ്പളമാരും ഒരു മുസ്ലിം കെട്ടിയല്ലേ ഇതൊക്കെ ഇട്ടത്, എനിക്കതൊക്കെ ഭയങ്കര ഹൃദയത്തെ തട്ടിയ ഒരു ഇതുണ്ട്. അത് കാണാൻ വേണ്ടി എടുക്കുമ്പോ എല്ലാത്തിലും ഇവള് ഒരു വാട്സപ്പിൽ ഇല്ലാത്തൊരു ഇതൊന്നും ഇല്ല. ഈ യൂട്യൂബൊക്കെ ഞാൻ ഇല്ലാതെ കൊടുത്തന്നെ എല്ലാ വീഡിയോയിലും ഇത് തന്നെ. 4 വയസ്സായ കുഞ്ഞിനെയും വെച്ച് എലിയിൽ വെച്ച് പോയി ആലുവയില് ട്രെയിനിൽ പിന്നെ ചാകാൻ പോയി എടുക്കുന്ന ചോറ്റാനിക്കര അമ്പലത്തിൽ എന്റെ ഒരു കൂട്ടുകാരി വന്ന് ചോറ്റാനിക്കര അമ്പലത്തിൽ എന്റെ കൊച്ചിനെയും കൊണ്ടുവരുന്ന ഞാൻ വളർത്തിയിട്ട് ഇത്രയും ആറ്റി ഞാൻ എടുക്കുന്ന കാലം വരെയും ഞാൻ ആൾക്കാരുടെ അടുത്ത് ഒരു മുട്ട സൂചിക്ക് വിടുവോ ഇല്ല. എനിക്കൊരു നല്ലൊരു പേരുള്ളതെന്ന് വെച്ചാൽ എന്റെ മകളെ നാട് വീടും അന്വേഷിക്കും, സ്കൂളിലും എല്ലായിടത്തും ഇതിനൊരു പേര് കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരൊറ്റ പ്രതീക്ഷയിൽ ജീവിച്ചു പോകണം. ഈ മക്കൾക്കൊക്കെ തലമുറയ്ക്ക് ഇങ്ങനെയാണ് പകർന്നു കൊടുക്കണം. ദൈവസത്യമായിട്ട് എനിക്ക് അവളെ കാണാൻ പറ്റുമെങ്കിൽ ജയിലിൽ കിടന്നാലും എല്ലാവരും ഞാൻ നാസറ്റ് വെച്ച് ഞാൻ അവളെ മുഖം പൊളിപ്പിച്ചു കളഞ്ഞാൽ ഒരു ഗുഹയും കാണിച്ച് മൊഴിയും കാണിച്ച് എനിക്ക് വലിയ ഉണ്ടെങ്കിലാണ് സാധിക്കില്ല. എന്റെ കൂടപ്പുറപ്പോ ആരെങ്കിലും ആയിരിക്കണം വലിച്ച് ഞാൻ വീട്ടിലൊട്ടിച്ച് കയറിയണേ. അമ്മയാണ് പറയാം അത്രയും സങ്കടമൊന്നും ഇവിടെ എന്ത് വേണമെങ്കിലും എവിടെയെങ്കിലും കിടന്ന് അഴിഞ്ഞാറട്ടെ. ഈ യൂട്യൂബിലെ ഓരോ ആൾക്കാരെ കൊണ്ടും ഇതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റും. 10 പിള്ളേരെ കൊണ്ട് ഒപ്പിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി അയച്ചാൽ മേഡം ഇതിന് അവസാനം ഉണ്ടാകും. നമുക്ക് ആലോചിക്കാം, നമുക്ക് ഒരു വക്കീലിനെ അന്വേഷിക്കാം, എന്താ ചെയ്യാൻ പറ്റും നോക്കാം കേട്ടോ. ഒന്ന് ഇതൊന്നും നിർത്തി തരുവായിരുന്നു. നമ്മുടെയൊക്കെ കാര്യം തീർന്നു. ഈ മക്കൾ അനേകം കുഞ്ഞുമക്കളുണ്ട്. അവര് ഇന്ന് കഷ്ടപ്പാടിന് വേണ്ടി ബ്രൗൺഷൂർ അടിക്കാൻ തുടങ്ങി. എന്തെല്ലാം കൊച്ചു പിള്ളേര് നടത്തുന്നതെന്നറിയാം. 10-15 വയസ്സായ പിള്ളേര് ഞങ്ങളുടെയൊക്കെ നാട്ടില് കഞ്ചാവ് വലിയിലേക്കായി. ഇനി ഇതും കൂടി ആയി. എന്ത് വൃത്തികേടാണ് ഈ മക്കൾക്ക് പകർന്നു കൊടുക്കണത്. എല്ലാവരും വിധവയാ. ഞാനും കെട്ടാൻ ഇട്ടിട്ട് പോയി ജീവിച്ചിരിപ്പുണ്ടോ എന്തോന്ന് അറിയത്തില്ല. 20-21 ലക്ഷം രൂപ കടവായി. എന്നെ ഇട്ടിട്ട് പോയിട്ട് വലിയൊരു ഫാമൊക്കെ നടത്തി നല്ലപോലെ കച്ചിഞ്ഞുകൊണ്ടിരുന്ന ഒരു നിമിഷം എന്റെ എല്ലാം പോയി, ഭർത്താവും പോയി. ഞാൻ എന്റെ കുഞ്ഞിനെ കളഞ്ഞൊന്നുമില്ല. ഞാൻ പോലെ വാടക വീട്ടിൽ കൂടി നടന്ന് എന്ത് കഷ്ടപ്പെട്ടൊക്കെ ഞങ്ങളൊക്കെ മുന്നോട്ട് വന്നത്. ഞങ്ങളൊക്കെ മക്കൾ നശിക്കുകയെന്ന് പറഞ്ഞാൽ എന്താ ഈ സമൂഹത്തിൽ നിന്ന് പറയാം. അപ്പൊ പ്രയാസപ്പെടാതിരിക്കും, വഴി ഉണ്ടാവും കേട്ടോ. ഒരു മൊബൈലിന്റെ ഒന്നും കാണാൻ പറ്റുന്നില്ല എന്നെ. നമുക്ക് TV ഞാൻ ഈ കൊച്ചിന് 2 കുഞ്ഞു മുറി ഒരു അടുക്കളയേ ഉള്ളൂ. അപ്പൊ TV മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോ ഒരു മുറിക്ക് വേറെ 2 മുറിക്കും കടകില്ല. TV മേടിച്ച് വെച്ചാൽ കൊച്ചിന്റെ പരീക്ഷ കഴിഞ്ഞു. കുഴപ്പമൊന്നുമില്ലാത്ത മാർക്കും കിട്ടുന്നിട്ട് യാതൊരു പേടിയില്ല, നോണ പറ്റിയില്ല. അതാകും എനിക്ക് സ്കൂളിൽ കാലത്ത് തൊട്ട് വന്ന് എന്നോട് 10 മിനിറ്റ് സംസാരിച്ചിട്ടൊക്കെ ആയിട്ടുള്ളൂ. എന്റെ മകളെ എനിക്കറിയാം. ഈ മക്കൾക്ക് വരെ തരണം. ഞാൻ ഒരു ചീത്തയായിട്ട് കണ്ട എന്റെ മകൾ എന്നെ അംഗീകരിക്കുമോ? ആ തടിയോടെ പോലത്തെ ഒരു ചെറുക്കൻ 2ാം തള്ളേ ആയിക്കോട്ടെ. സത്യം അറിയാം, ഞങ്ങളുടെയൊക്കെ തമിഴ്ക്കാരിൽ ആരെങ്കിലും ഒക്കെ ആയിരുന്നു ആ ഇറക്കം തന്നെ വെട്ടിയത് ഞാൻ. ഇനി എന്റെ കൂടപ്പിറപ്പുകളോ എന്റെ സ്വന്തം ബന്ധത്തിൽ ആരെങ്കിലും ആണെങ്കിൽ പോലും ഉണ്ടല്ലോ, ഇനി എന്റെ നാട്ടുകാരാണെങ്കിൽ പോലും ഞാൻ വീട്ടിൽ കയറി അവളെ തല്ലിയേനെ. എന്റെ അയൽക്കൊക്കെ എന്റെ ഈ ഏരിയയില് അടുത്ത് എവിടെയെങ്കിലും ആയിരുന്നു പോലും. അപ്പം എല്ലാവരും കേട്ടല്ലോ, ഒരു വീട്ടമ്മയാണ് ആ അമ്മ വിളിച്ചിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതായത് ഇപ്പോൾ നമുക്കറിയാം കുട്ടികൾക്കൊക്കെ പരീക്ഷയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മിക്ക കുട്ടികൾക്കും ഫോണിൻ്റെ ആവശ്യമൊക്കെ ഉണ്ട്. കാരണം ടീച്ചേഴ്സ് ആണെങ്കിൽ പോലും പഠിക്കാനുള്ള കാര്യങ്ങൾ ഫോണിലാണ് ഇടുന്നത്. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കുട്ടികൾക്ക് മൊബൈൽ ഇപ്പോൾ അത്യാവശ്യമാണ്. ആ ഒരു സമയത്ത് മൊബൈൽ എടുക്കുമ്പോഴത്തേക്കും കാണുന്നത് ഈ രേണുസുധിയുടെ ഇമ്മാതിരി പോക്രിത്തരങ്ങൾ എന്ന് തന്നെ പറയേണ്ടി വരും. അതിനെതിരായിട്ടാണ് ഇപ്പോൾ ആ ഒരു അമ്മ സംസാരിച്ചത്. കാരണം അവർ പറയുകയാണ് ഇതിനെതിരെ എവിടെയാണ് പരാതി കൊടുക്കേണ്ടത്, ഈ ഒരു അഴിഞ്ഞാട്ടം നിർത്താൻ വേറെ ഒരു വഴിയില്ലേ. എന്തായാലും ഈ ഒരു വിഷയത്തിൽ നമ്മളൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രേണുസുധി ജീവിച്ചോട്ടെ, അവർക്ക് അവരുടെ വരുമാനം കണ്ടെത്താൻ വേണ്ടി അവർ ജീവിച്ചോട്ടെ, പക്ഷെ അവരുടെ അഴിഞ്ഞാട്ടം അത് നിർത്തണം. ഇപ്പം മൊബൈൽ തുറന്നു കഴിഞ്ഞാൽ ഏത് ഇൻസ്റ്റ ആയിക്കോട്ടെ, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, നമ്മൾ ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തുറന്നു കഴിഞ്ഞാലും ഈ ഒരു അപരാധമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ട് മടുത്തിരിക്കുകയാണ്. അവൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് അവൾ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളാണ്. അപ്പോൾ എന്തായാലും ഇതിനെതിരായിട്ട് ഇപ്പോൾ ഓരോ സ്ത്രീകളും രംഗത്തേക്ക് വരികയാണ്. കാരണം അവർക്കൊക്കെ ഇത് കണ്ട് മടുത്തു, സഹികെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു അമ്മ പറയുവാണ്, അവളെ നേരിട്ട് കാണുവാണെങ്കിൽ ഞാൻ അവിടെ മോന്തക്കുറ്റി അടിച്ച് പൊളിച്ചേനെ എന്നാണ് പറയുന്നത്. എന്തായാലും ഇനിയെങ്കിലും രേണാസുന കുറച്ചൊന്ന് ഒതുങ്ങ്. നിങ്ങൾക്ക് കിട്ടുന്ന വർക്കുകളോ അല്ലെ ആൽബംസോ ഒക്കെ ചെയ്ത് നിങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. അല്ലാതെ ഇതുപോലെ നാട്ടുകാർക്കും എല്ലാവർക്കും ബുദ്ധിമുട്ടാവുന്ന രീതിയിൽ കിടന്ന് അഴിഞ്ഞാടാതെ. എനിക്കും അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ.